ഈശ്വരന്റെ കളി എന്നൊക്കെ പറഞ്ഞ ഇതാ. ആ കുട്ടിയുടെ കണ്ണും മൂക്കും ശ്രദ്ധിച്ചോ? അമ്പോറ്റിയെ വാർത്ത് വെച്ച പോലെ തന്നെയാ. ഇന്നലെ ഞങ്ങൾ എല്ലാരും കൂടെ ഊണ് കഴിക്കാനിരുന്നപ്പോഴേ മുത്തശ്ശി ഗോപിയെ തുറിച്ചു നോക്കിയിട്ട് എണീറ്റൊരൊറ്റ പോക്ക്. എന്നാലും അവള് മിടുക്കിയ. അമ്മ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പം അവളും തിരിച്ച് മൈൻഡ് ചെയ്യാതെ ഊണ് മുഴുവൻ കഴിച്ചു. ഇല്ലേ? രണ്ടും കൽപ്പിച്ച ആ കുട്ടി ഇവിടെ വന്ന് കയറി. ഇനി അമ്മായിയോട് പിടിവാശിയൊക്കെ കളഞ്ഞ് ആ കൊച്ചിനോട് എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാൻ പറയാം. അനിയൻ പറയുന്നത് നേരാ. പക്ഷെ ആർക്കാ പറയാൻ ധൈര്യം? എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പറയാം. എന്താ പറയാനുള്ളതോ? അല്ല, അമ്മായിയുടെ കാര്യം സമയാസമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പാറുക്കുട്ടിയോട് പറയുകയായിരുന്നു. ഞാൻ എങ്ങനെ പുറത്തേക്ക് വരാനാ? എപ്പൊ നോക്കിയാലും മോളെ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. എനിക്ക് വയ്യ ഇവിടെ. എന്നെ തിരിച്ച് ഹോസ്റ്റലാക്കിയ മതി. നീ ഈ സമയത്ത് തന്നെ ഇങ്ങനെ പറയണം? ചിറ്റപ്പൻ ഉറങ്ങുന്ന സമയത്ത് നിനക്കൊന്ന് പുറത്തു വന്നാൽ എന്താ? അയ്യേ, ചിറ്റപ്പൻ ഉറങ്ങുന്ന നോക്കി ഞാൻ ഉറക്കൊളച്ചിരിക്കാനോ? എനിക്ക് വയ്യ. ഇവൻ ആരോടാ ഈ ആംഗ്യം കാണിക്കുന്നത്? എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാനൊരു നിനക്കതൊക്കെ പറയാം. കുട്ടിക്കാലം മുതൽ കാർത്തികായിരുന്നു എന്റെ മനസ്സിൽ. അതിനിടയ്ക്ക് മുത്തശ്ശി ഇങ്ങോട്ട് തീരുമാനം എടുക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഞാനിനി കുറുപ്പമ്മാവന്റെ മുഖത്തങ്ങനെ നോക്കും, അമ്മായിയുടെ മുഖത്തങ്ങനെ നോക്കും, കാർത്തികയുടെ മുഖത്തങ്ങനെ നോക്കും. എനിക്ക് സഹിക്കുന്നില്ല അമ്മാവ. ഞാനാകെ ധർമ്മസങ്കടത്തിലാണ് അമ്മാവ. അമ്മാവൻ വിഷമിക്കരുത്. ഇളകി മറിയുന്ന ഈ കടൽ പോലെയായിരുന്നു എന്റെ മനസ്സ്. നിന്റെ വരവോടെ അതിപ്പോ ശാന്തമായി മോളെ. മുത്തശ്ശി നിന്നോട് ഇതുവരെ സംസാരിക്കാത്തതിൽ മോക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുകയാണ് ഈ വാശി. അമ്മയുടെ വാശിയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെതിരായ ഒരു തീരുമാനവും അമ്മ ഇനി എടുക്കില്ല. മോള് വിഷമിക്കാതെ, എല്ലാം നേരെയാവും. പൊറുക്കാനാവാത്ത തെറ്റാണ് സൗദാമിനിയോട് ഞാൻ ചെയ്തത്. അവൾക്ക് എന്നോട് വെറുപ്പുണ്ടാവും. പക്ഷേ അച്ഛന്റെ മനസ്സ് മോള് മനസ്സിലാക്കണം. എനിക്ക് അവളെ കാണണം, മാപ്പ് ചോദിക്കണം. അതിന് മോൾ അച്ഛനെ സഹായിക്കണം. നാളെ നമുക്കൊന്നിച്ചു പോകണം, അമ്മയെ കാണണം. വേണ്ട, അത് വേണ്ട. അതെന്താ? വളരെ നാളത്തെ നിർബന്ധത്തിന് ശേഷമാണ് അച്ഛൻ ആരാണെന്ന് പോലും അമ്മ പറഞ്ഞത്. ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിച്ചപ്പോ അമ്മ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു. അച്ഛൻ അമ്മയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയരുതെന്ന്. അച്ഛനെ കാണാൻ പോലും അമ്മ ആഗ്രഹിക്കുന്നില്ല. അവൾ ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. വേണ്ട, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കണ്ട. പക്ഷെ പകരം അച്ഛനും ഒരു വാക്ക് തരണം. മോൾ ഒരിക്കലും അച്ഛനെ വിട്ടു പോകരുത്. വയ്യ, ഈ നാടകം തുടരാൻ ഇനി എനിക്ക് വയ്യ. അദ്ദേഹം ഞാൻ മകളാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്നു. ഇത് മഹാഭാവമാ. സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ ഒരു അച്ഛന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. അത് കാണുമ്പോ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ഓർത്തു പോകുന്നു. ആവശ്യമില്ലാത്ത ഓരോന്നും ചിന്തിച്ച് വെറുതെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കല്ലേ. എന്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി പോന്നില്ലേ? അതുപോലെ കൊച്ചുവൻ എന്താ ആയിക്കൂടാത്തത്? രാമായണം മുഴുവൻ കേട്ടിട്ട് രാമൻ ആരെന്ന് ചോദിക്കല്ലേ ഗോപിയെ. എന്തായാലും തുനിഞ്ഞിറങ്ങി. ഇത്രയും സേഫ് ആയൊരു സ്ഥലം ദിവസവും പരസ്പരം കാണാനുള്ള സാഹചര്യമെങ്കിലും ഉണ്ടല്ലോ. അത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതണം. ചെറിയൊരു ബുദ്ധിമോശം മതി മോഹിച്ചതെല്ലാം കൈവിട്ടു പോകാൻ. കുറച്ചു നാളത്തേക്ക് കൂടി മതി ഈ കളി. ആദ്യം എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ നോക്ക്, പ്രത്യേകിച്ച് മുത്തശ്ശിയുടെ. അത് കഴിഞ്ഞ് സാവകാശം നമുക്കെല്ലാം പൊളിക്കാം. ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും,
എന്നാലും രൂക്ഷമാവില്ല. എടാ വേണുകുട്ടാ, എടി കാർത്തികേ, എടി രാധികേ, ആ ബെറ്റിലെ തട്ട ഒന്നും എടുത്തോണ്ട് വന്നേ. ഇവരൊക്കെ എവിടെ പോയി കിടക്കുക? മുത്തശ്ശി വിളിച്ച കേട്ടില്ലായിരുന്നു അമ്മ. എടി പാർക്കുട്ടി, സുമതി, ആരുമില്ല എനിക്കൊരാവശ്യത്തിന്. എടി വലിഞ്ഞു കയറി വന്നവരോട് പറഞ്ഞേര്, എനിക്ക് സേവ ചെയ്യാൻ പുറത്തു വന്ന ഒരാളെ ആവശ്യമില്ലെന്ന്. മുത്തശ്ശിക്ക് മാത്രമല്ല, മറ്റു പലർക്കും ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എത്ര പെണ്ണുങ്ങളുള്ള വീടാ. ഞാനൊരു പെണ്ണല്ലേ, ആർക്കെങ്കിലും ഒരു വാക്ക് മിണ്ടിയാലെന്താ? ഒത്തുപൊഴിഞ്ഞു പോവോ? അവരോടൊക്കെ പോവാൻ പറ. നിന്നോട് മിണ്ടിയില്ലേ നീ മിണ്ടണ്ട. ആ, അത് ഞാനും ശരിക്കും കൊടുക്കുന്നുണ്ട്. അത് പിന്നെ വെറ്റിലെക്കെണ്ണം താഴെ എറിഞ്ഞ് ഉടച്ചപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി എന്റെ മോളും തോറ്റു കൊടുക്കില്ല, നല്ല ഒന്നാന്തരം ഒരു ഫൈറ്റർ ആണെന്ന്. അതൊക്കെ പോട്ട്, നമുക്ക് മുത്തശ്ശിയെ പാട്ടിലാക്കാൻ ഒരു വഴി കണ്ടുപിടിക്കണം. തനിയെ കണ്ടുപിടിച്ചാ മതി. ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എങ്ങനെ? പാട്ട് പാടണം. പാട്ടോ? എനിക്കും വയ്യ. അല്പ സ്വല്പം പാടാൻ അറിയാവുന്ന നിനക്കൊന്ന് പാടിയാലെന്താ? മോളിഞ്ഞു വന്നേ, ഇനി വന്നേ. ദാ ഈ പാട്ട് അങ്ങോട്ട് പാടിയാ മുത്തശ്ശി വീഴുമെന്നുള്ള കാര്യം ഉറപ്പാ. മുത്തച്ഛൻ പാടാറുള്ള പാട്ടാ. പണ്ടൊരു സ്ഥലത്ത് മുത്തച്ഛൻ കച്ചേരി നടത്തിയപ്പം ഈ പാട്ട് ഇഷ്ടപ്പെട്ടാണത്രേ മുത്തശ്ശി മുത്തച്ഛനെ കെട്ടിയത്. അതുപോലെ അടുത്തൊരു തലമുറയ്ക്ക് കൂടി ഈ പാട്ട് കൊണ്ടൊരു പ്രയോജനം ഉണ്ടായാലും. അല്പസ്വല്പം വെള്ളി വീണാലും കുഴപ്പമില്ല. മോള് പാട്. പിന്നൊരു കാര്യം, എന്താ? കൊളമാക്കരുത്. മോളെ, നീ ഈ തറവാടിന്റെ സ്വത്താ. ആ, കഴിക്ക് കഴിക്ക്. ആ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, വാ. ഇങ്ങോട്ട്. എന്താ, നിനക്ക് എന്നോട് പിണക്കാ? വാ. കൂട്ടുകൂടാൻ ആരെയും കിട്ടാഞ്ഞിട്ടാണോ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ? എന്താ, വായിൽ നാവില്ലേ? അത് തന്നെയായിരുന്നു എന്റെ സംശയം. ഇന്നലെ വരെ ഇല്ലാത്ത നാവ് ഇപ്പൊ എവിടെ വന്നു? എന്നോടൊന്നും തോന്നരുത് കേട്ടോ. പലവട്ടം വിചാരിച്ചതാ വന്ന് എന്തെങ്കിലും സംസാരിക്കണോന്ന്. പിന്നെ മുത്തശ്ശി പേടിച്ചു. എന്തെത്ര പേടിക്കാൻ? മുത്തശ്ശി പിടിച്ച് വിഴുങ്ങോ? അയ്യോ പതുക്കെ, അകത്ത് കേൾക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. വേണമെങ്കിൽ ഇപ്പൊ തന്നെ നേരിട്ടെന്ന് പറയാം. കാണണോ? അയ്യോ വേണ്ട, അതിന് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ. തന്റെ അടുത്തോട് തറവാട്ടിലേക്ക് വന്ന് കേറിയപ്പോഴേ മനസ്സിലായി. ഗോപികേ, ഗോപികേ, ആ വെച്ചട്ടം എടുത്തുണ്ടോ മോളെ? അമ്മ അവളെ സ്വീകരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഗോപിക ഇവിടെ തന്നെ താമസിക്കുന്ന എനിക്ക് തോന്നുന്നത്. അത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തോന്ന് ഈ പറയുന്നത്? അമ്പൂറ്റയുടെ സ്വത്തൊക്കെ ഒരു അവകാശമായില്ലേ? അവകാശം ഉണ്ടായിട്ടും സ്വത്തുണ്ടായിട്ടും ഒക്കെ എന്താ കാര്യം? അത് നോക്കി നടത്തുന്ന ഒരാളല്ലേ വേണ്ടത്. ഇത്രയും നാളും അവന് ഒറ്റ തടിയായിരുന്നു.
അതുകൊണ്ട് കുടുംബജീവിതത്തെ പറ്റിയൊന്നും അവനറിയില്ല. സദാസമയം ഇക്കണ്ട അമ്പലങ്ങൾ തോറും പൂജയും സന്യാസമായിട്ട് നടക്കാനല്ലേ അവനെ കൊണ്ട് കഴിയൂ. ഈ പെണ്ണിനെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കണമെന്ന് വെച്ചാ ആരും ഇതൊക്കെ ചെയ്യാ? ഇപ്പോഴാണെങ്കി അമ്മയുണ്ട്. എന്തൊക്കെയായാലും അമ്പോറ്റിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവും. എന്തൊക്കെയായാലും അമ്പോറ്റിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവും. ജീവിതം ഉണ്ടാവും. ജീവിതം ഉണ്ടാവും. ജീവിതം ഉണ്ടാവും. എന്താ ഞാനിങ്ങനെ ചുമ്മാ കാറ്റ് കൊള്ളാൻ. കാറ്റ് കൊള്ളാൻ ഇത്രയും സ്പീഡ് കൊടുത്തെന്തിനാ? സ്പീഡിൽ ഓടിയാ സ്പീഡിൽ കാറ്റടിക്കുമല്ലോ, അതാ. എന്നാ എനിക്കും വേണം. എടാ ഹരി, ഒന്ന് എഴുന്നേറ്റടാ. അവന്റെ ഒരു മുടിഞ്ഞ ഉറക്കം. എടാ ആ കൂടെ കുഴഞ്ഞു. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കളി നിൽക്കുമെന്ന് തോന്നുന്നില്ല. നീ കുഴക്കാതെ കാര്യം പറ. അമ്പോട്ടി ചിറ്റപ്പൻ ജട മുറിക്കാൻ തീരുമാനിച്ചു. നന്നായി. അങ്ങനെങ്കിലും ഒരു മനുഷ്യക്കൊലം ഉണ്ടാവുമല്ലോ. എടാ 10-20 കൊല്ലം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ജടയായത്. പിന്നെ 2 ദിവസം കൊണ്ട് ജട വളരുവോ? വർഷം ഒരുപാട് പിടിക്കും. നിനക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടാ. എന്തോന്ന് സീരിയസ്നെസ്? എനിക്ക് അന്ന് അയാളുടെ ആ വെള്ളോടി കണ്ടപ്പോഴേ തോന്നി സന്യാസം അയാൾക്ക് പറ്റിയ പണിയല്ലെന്ന്. എന്നാലും ഇത്ര പെട്ടെന്ന് ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ ജടയും വെട്ടി കാഷായ ഊരി ഗോപിക മകളല്ലെന്നറിയുമ്പോ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ദുർവാസാവിന്റെ ദേഷ്യമാ. ഇവിടെ കൊലപാതകം നടക്കും. അയ്യോ മുറിച്ച്. എണീറ്റോളൂ. അയ്യോ, എന്റെ ഭഗവാനെ, അമ്പോറ്റി ഈ വേഷത്തെ കണ്ടിട്ട് എത്ര നാളായി. നിനക്ക് ഇതാടാ നല്ലത്. എന്തോ നല്ലത്? ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. കാഷായ വേഷം കെട്ടിക്കിടക്കുന്ന കാലത്ത് എല്ലാവരുടെയും തനിക്കുണം ഞാൻ കണ്ടതാ. അതുകൊണ്ട് വലിയ അഭിപ്രായമൊന്നും ആരും കിട്ടിയിരുന്നു. അവള് വേറൊന്നും വിചാരിച്ച് പറഞ്ഞല്ല അമ്പോറ്റി. ഞാൻ ചുമ്മാ- അമ്പോറ്റിയല്ല, അംബുജക്ഷൻ നായർ. പിന്നൊരു കാര്യം, ഇവളെന്റെ മോളാണ്. കണ്ണേറ്റിൻകരയിലെ കൊച്ചുമോൾ. ആവശ്യമില്ലാതെ ഓരോന്ന് കുത്തിപ്പൊക്കി ഇവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാൽ തുളച്ചു കഴിഞ്ഞാൽ. ഇവളെ സ്നേഹിക്കാനും കാര്യങ്ങൾ നോക്കാനും ഞാനും അമ്മയും കൊണ്ട് ഇവിടെ. അതുകൊണ്ട് ആരും വലിയ അടുപ്പമൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട. മോളകത്ത് പോ. കൊച്ചീഷന്റെ കല്യാണക്കാര്യം പറഞ്ഞ് ചില അലമ്പ് വർത്താനമൊക്കെ കൂടെ കേട്ടു. അത്തരത്തിലുള്ള ചെറ്റത്തരം വല്ലവന് കേട്ടാൽ ഞാൻ അതിലും വലിയ ചെറ്റയാവും. എന്റെ പഴയ സ്വഭാവം അറിയാമല്ലോ. കത്തിയെടുക്കും ഞാൻ, കത്തി. ആ ഈ തന്തമാരും തള്ളമാരും കാണിക്കുന്നത് കണ്ട് അതിന്റെ താളത്തിന് തുള്ളിയാറുണ്ടല്ലോ, അരിഞ്ഞില്ല ഞാൻ. ആ കല്യാണം കഴിഞ്ഞാൽ 1 മാസമെങ്കിലും കുടുംബത്തിലുണ്ടാവണം. ലീവ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഓടിയാറുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. ലീവൊക്കെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തോളാം ചിറ്റപ്പാ. ചിറ്റപ്പന. തന്റെ പേരെന്തോന്നാ പറഞ്ഞേ? ഹരീന്ദ്രൻ. കുറച്ചു ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. തനിക്ക് വീടും കൂടിയൊന്നുമില്ലേ? അല്ല, ചിറ്റപ്പ ഞാൻ- ഇവനെന്റെ ക്ലോസ് ഫ്രണ്ടാ. സുഹൃത്ത്, ആത്മസുഹൃത്ത്. അതൊക്കെ വീടിന് പുറത്ത്, അകത്ത് വേണ്ട. മനസ്സിലായോ? ഉവ്വ്. ഏ? ഉവ്വ്. ആ. ആ താടി മുടി മുറിച്ചപ്പോ ഓന്തിന് നിറം മാറുന്ന പോലെ അങ്ങ് മാറിയല്ലോ. ഇതെന്താ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച? ഇനിയിപ്പം നമ്മൾ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടായില്ല. ഇയാളെ നിലയ്ക്ക് നിർത്താൻ ഒരട്ടിമറി വേണ്ടി വരും.